ഇന്ന് രാത്രികാലം നമ്മുടെ കൂടെ ഹാലേലിയ നമുക്കൊരു പ്രാവശ്യം കൂടെ October 5 ദൈവത്തിന്റെ സ്ഥലത്തേക്ക് അടുത്ത് വരാൻ ദൈവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ദൈവം സാവകാശം തന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഇന്ന് രാത്രികാലം ഹാലേലിയ സ്വത്തം നമ്മളോടുകൂടെ ലൈനിൽ ആയിരുന്ന് പാട്ട് പാടുവാൻ വേണ്ടിയിട്ട് ഷായിച്ചാനും റോസ് മമ്മയുള്ള ലൈനിൽ ഈ സമയത്ത് ആ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് കർത്താവിന്റെ ദാസിനെയും ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ പാടുവാൻ തക്കോണം ദൈവം ആയുസ്സും ആരോഗ്യവും ശേഷിപ്പിച്ച് ദൈവനാമം ഉയർത്തുവാൻ തക്കോണം കർത്താവ് സഹായിക്കുന്നതിന് ദൈവത്തെ വാഴ്ത്തുന്നു. നമുക്കറിയാവുന്ന ഒരു പഴയ ഗാനമാണ് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് പാടുന്നത്. എനിക്കായി ഒരു ഉത്തമ സമ്പത്ത് സ്വർഗരാജ്യത്തിൽ ഒരുക്കുന്നതാൽ ഇനി ലോകത്തെ സ്നേഹിച്ചിടുവാൻ ഒരു കാലത്തും പോകയില്ല ഞാൻ എന്ന് തുടങ്ങുന്നതായ പാട്ട്. ഞാൻ ഈ അടുത്ത ഇന്നലെയാന്ന് തോന്നുന്നു നമ്മുടെ ഗൾഫിൽ നിന്നുള്ളതായ ഒരു ന്യൂസ് ഞാൻ വായിച്ചപ്പോൾ അവിടെയുള്ളതായ ഒരു തൊഴിലാളിക്ക് ഏതാണ്ട് 32 കോടി രൂപയോളം ഉള്ളതായ ഒരു ബമ്പർ ടിക്കറ്റ് അദ്ദേഹത്തിന് ലഭിച്ചു, മലയാളിയായ ഒരു മനുഷ്യന്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭയങ്കര സന്തോഷത്തിൽ അദ്ദേഹം ഇരിക്കുന്നതായിട്ട് ഒരു റിപ്പോർട്ട് വായിക്കുവാനിടയായിട്ടുണ്ട്. എന്നാൽ നമുക്ക് അതിനേക്കാളൊക്കെ എത്രയോ ഉത്തമമായ ഒരു സമ്പത്താണ് സ്വർഗരാജ്യത്തിൽ ഒരുക്കിയിരിക്കുന്നത്. തന്മൂലം ഈ ലോകത്തിലെ നശിച്ചു പോകുന്നതായ സമ്പത്തല്ല, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതായ ഒരു വലിയ സമ്പത്ത് യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് ഒരുക്കിയിരിക്കുന്നതിനാൽ ഈ സന്ധ്യാസമയത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ പാട്ടിന്റെ ഒരു ചരണം ഇങ്ങനെയാണ്: എൻ്റെ ദേഹവും തിരുവാലയമായി നിന്റെ ആത്മാവെ എനിക്കേകിയതാൽ തിരുനാമത്തിൻ മഹത്വത്തിനായി ഇനി ജീവിപ്പാൻ കൃപ നൽകുക. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന അത് തന്നെ ആയിരിക്കട്ടെ. നമ്മുടെ ദേഹവും ദൈവത്തിന്റെ ആലയമായി, കർത്താവ് വസിക്കുന്ന ആലയങ്ങളായി നാം ഓരോരുത്തരും തീരുവാൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമുക്കിടയാകട്ടെ എന്നതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. നമുക്കൊരുമിച്ച് ഇന്ന് സന്ധ്യാസമയം ദൈവനാമം ഉയർത്താം. എനിക്കായൊരു ഉത്തമ സമ്പത്ത് സ്വർഗരാജ്യത്തിൽ ഒരുക്കുന്നതാൽ ഇനി ലോകത്തെ സ്നേഹിച്ചിടുവാൻ ഒരു കാലത്തും പോകയില്ല ഞാൻ. ഇനി ലോകത്തെ സ്നേഹിച്ചിടുവാൻ ഒരു കാലത്തും പോകയില്ല ഞാൻ. എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും അങ്ങേ മാത്രം ഞാനിനി സേവിക്കും. എന്റെ പ്രാണനായകനേശുവേ, നിന്റെ സ്നേഹം നീ എനിക്കേകിടണേ. എന്റെ പ്രാണനായകനേശുവേ, നിന്റെ സ്നേഹം നീ എനിക്കേകിടണേ. എഴയാറുന്ന എന്നെ സ്നേഹിച്ച നിന്റെ സ്നേഹമെത്രയോ ആശ്ചര്യം. എന്റെ പാപശാപങ്ങൾ നീക്കി നിൻ തിരുജീവനാൽ എന്നെ നിറച്ചല്ലോ. എന്റെ പാപശാപങ്ങൾ നീക്കി നിൻ തിരുജീവനാൽ എന്നെ നിറച്ചല്ലോ. എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും അങ്ങേ മാത്രം ഞാനിനി സേവിക്കും. എന്റെ പ്രാണനായകനേശുവേ, നിന്റെ സ്നേഹം നീ എനിക്കേകിടണേ. എന്റെ പ്രാണനായകനേശുവേ, നിന്റെ സ്നേഹം നീ എനിക്കേകിടണേ. എന്റെ ദേഹവും തിരുവാലയമായി നിന്റെ ആത്മാവേ എനിക്കേകിയതാൽ തിരുനാമത്തിൻ മഹത്വത്തിനായി
ഇനി ജീവിപ്പാൻ കൃപ നൽകുക. തിരുനാമത്തിൻ മഹത്വത്തിനായി ഇനി ജീവിപ്പാൻ കൃപ നൽകുക. എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും അങ്ങേ മാത്രം ഞാനിനി സേവിക്കും. എന്റെ പ്രാണനായകനീശുവേ, നിന്റെ സ്നേഹം നീ എനിക്കേകിടണേ. എന്റെ പ്രാണനായകനീശുവേ, നിന്റെ സ്നേഹം നീ എനിക്കേകിടണേ. പ്രിയൻ തേജസ്സിൽ വെളിപ്പെടും നാളിൽ ഞാനും തേജസ്സിൻ മുൻപിൽ നിൽക്കുവാൻ എന്റെ ദേഹവും ദേഹിയാത്മാവും സമ്പൂർണമായി സമർപ്പിക്കുന്നേ. എന്റെ ദേഹവും ദേഹിയാത്മാവും സമ്പൂർണമായി സമർപ്പിക്കുന്നേ. എന്റെ ആയുസ്സിൻ ദിനമൊക്കെയും അങ്ങേ മാത്രം ഞാൻ ഇനി സേവിക്കും. എന്റെ പ്രാണനായകനീശുവേ, നിന്റെ സ്നേഹം നീ എനിക്കേകിടണേ. എന്റെ പ്രാണനായകനീശുവേ, നിന്റെ സ്നേഹം നീ എനിക്കേകിടണേ. ആമേൻ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഹല്ലേലൂയ സ്തോത്രം. നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ടാണ് ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പറഞ്ഞതിന്റെ കൂട്ട് ഒരു പഴയ പാട്ടാണ്, ബട്ട് ഇറ്റ്സ് വെരി വെരി മീനിങ് ഫുൾ ആൻഡ് വെരി പവർഫുൾ. ഹല്ലേലൂയ സ്തോത്രം. അനുദിനവും നമ്മൾ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ജീവിതത്തിലെ സമ്പത്ത് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതിന്റെ കൂട്ട് തന്നെ ഈ ലോകത്തിലുള്ളത് ഒന്നുമല്ല. ഹല്ലേലൂയ. യോബി പറയുന്നതിന്റെ കൂട്ട് വി കേം ഇൻ ടു ദിസ് വേൾഡ് നേക്കഡ്. അത് ഓണൊക്കെ തന്നെയാണ് എല്ലാ മനുഷ്യരും തിരിച്ചു പോകുന്നത്. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് വേണ്ടിയിട്ട് ദൈവം ആ ഒരു നിത്യജീവൻ ദൈവം നമുക്കത് വേണ്ടിയിട്ട് ദാനം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അതേ സമയത്ത് ഈ ഒരു പ്രിവിലേജ് ഇല്ലാത്ത അനേകർക്ക് ഹല്ലേലൂയ നമ്മുടെ ചുറ്റുപാടൊക്കെയും ഉണ്ടല്ലോ, അവരൊക്കെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തുടർന്നും ഹല്ലേലൂയ സ്തോത്രം ഈ കുടുംബത്തെയും അവരുടെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. മോളും കുടുംബമായിട്ടൊക്കെ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിച്ച് അനേക കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിട്ട് തീരട്ടെ. അതുമല്ലാതെ ഇവർ ഹല്ലേലൂയ സ്തോത്രം കർത്താവ് ദാസനും ദാസിയും എഴുതുന്ന ട്രാക്സ് അങ്ങനെയൊക്കെ ഉള്ള എല്ലാ മിനിസ്ട്രീസും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തുടർന്നും ദൈവം ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. താങ്ക് യു സോ മച്ച്. തുടർന്ന് നമുക്ക് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഇന്ന് രാത്രികാലം ഷെയർ ചെയ്യുന്നത് പാസ്റ്റർ MK കരുണാകരൻ പാസ്റ്ററാണല്ലോ. ഈ സമയത്ത് കർത്താവിന്റെ ദാസനെ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് സ്നേഹത്തോടെ ഓക്ലഹോമ പ്രയർ ലൈനിലോട്ട് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ. കേൾക്കാമോ? ക്ലിയർ ആയിട്ട് കേൾക്കാം പാസ്റ്റർ. കേൾക്കാം പാസ്റ്റർ. കൃപയാൽ ഓക്ലഹോമ പ്രയർ ലൈനിൽ ഒരിക്കൽ കൂടെ ദൈവവചനവുമായിട്ട് നിൽക്കുവാൻ എന്നെ ക്ഷണിച്ച പ്രിയ സാജൻ ബ്രദറിനോടും കുടുംബത്തോടും ഈ പ്രയർ ലൈൻ ലീഡ് ചെയ്യുന്ന പ്രിയപ്പെട്ടവരോടും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദിയും വന്ദനവും ഞാൻ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിലെ ധ്യാനത്തിനായി മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 48-ാം വാക്യം ആർക്കേലും ഒരാൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാം. ഇല്ലെങ്കിൽ ഞാൻ വായിക്കാമോ? ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ്. അതോടൊപ്പം ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം
36 വാക്യം കൂടെ നമുക്ക് വായിക്കാം. ലൂക്കോസ് 6:36. അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനാകുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവർ ആകുവീൻ. പ്രൈസ് ദി ലോർഡ്. 2 വാക്യങ്ങളും നിങ്ങൾ വായിച്ചു കേട്ടു. അതിന്റെ ആഴമായ മർമ്മങ്ങളിലേക്ക് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മളെ ഇറക്കുവാൻ, ധ്യാനിക്കുവാൻ, അത് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവത്തിലാക്കുവാൻ കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ ചുരുങ്ങിയ സമയം തിരുവചനം ധ്യാനിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. നിങ്ങളുടെ പിതാവ് എങ്ങനെയായിരിക്കുന്നുവോ അതുപോലെ നിങ്ങളും ആകണം. അത് തന്നെയാണ് ലൂക്കോസ് 6:36 പറഞ്ഞത്. അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവൻ ആകുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവർ ആകുവീൻ. ഒന്ന്, നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണൻ, അതുപോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. ഇവിടെ പൂർണരാകുവീൻ എന്ന പദം നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കറിയാം, ഒരു കാലത്തും പൂർണരാകുവാൻ നമുക്ക് കഴിയത്തില്ല. എന്തെല്ലാം കുറവുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, കുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, ബലഹീനതകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, പാപങ്ങളും അകൃത്യങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് പൂർണ്ണരാകാൻ കഴിയുമോ? ഒരിക്കലും നമുക്ക് പൂർണ്ണരാകുവാൻ കഴിയത്തില്ല. എന്നാൽ ഈ വാക്യത്തിന്റെ അർത്ഥം നമ്മെ സൽഗുണപൂർണരാക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനുവേണ്ടി വാഞ്ചിക്കണം, അതിനുവേണ്ടി ആഗ്രഹിക്കണം. എന്റെ പിതാവ് എങ്ങനായിരിക്കുന്നുവോ അങ്ങനെ ഞാനുമായി തീരണം എന്നു നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുവാനിടയായി തീരണം. കേൾക്കാമല്ലോ? നന്നായിട്ട് കേൾക്കാം. വളരെ പ്രാർത്ഥനയോടെ നാം ഇന്ന് രാത്രി വചനത്തിന് മുമ്പിലായിരിക്കുന്നു എങ്കിൽ തികച്ചും നമ്മുടെ കർത്താവ് നമ്മുടെ പിതാവിനെ പോലെ നമ്മെ ആക്കിയെടുക്കുവാൻ പിതാവ് ആഗ്രഹിക്കുന്നു. നമുക്കറിയത്തില്ലേ, ചിലപ്പോൾ ചിലര് പറയുന്നത് കേട്ടിട്ടില്ലേ, അയ്യോ ആ കുഞ്ഞിന്റെ നടപ്പ് കണ്ടിട്ട് അവന്റെ അപ്പൻ നടക്കുന്ന പോലെ നടക്കുന്നേ, ആ സഹോദരിയുടെ ശബ്ദം കേട്ടിട്ട് അവിടെ അമ്മ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നേ ഇല്ലേ? അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അപ്പനെ പോലെ ആ മകൻ, അമ്മയെ പോലെ ആ മകൾ. എന്തൊരു സന്തോഷമെന്നറിയാമോ? ആ പദം കേൾക്കുന്നത് തന്നെ നമ്മുടെ സ്വർഗീയ പിതാവും അത് തന്നെ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു.
നമ്മുടെ കർത്താവിനെ പോലെ നാം ആയിത്തീരുവാൻ കഴിഞ്ഞാൽ പിതാവിന് നമ്മളോട് എത്ര ഇഷ്ടമായിരിക്കും, എത്ര സ്നേഹമായിരിക്കും. അങ്ങനെ ആയിത്തീരുവാനുള്ള ഒരു വാഞ്ച നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുക എന്നുള്ളതാണ് ഈ വേദഭാഗം നമ്മളെ ഓർപ്പിക്കുന്നത്. ഈ വേദഭാഗത്തിന്റെ അർത്ഥം നാം ധ്യാനിച്ച് ഓരോ ദിവസവും നാം ചിന്തിച്ചാൽ നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ നമുക്ക് കഴിയും. എന്റെ ജീവിതത്തിൽ ഈ വേദഭാഗത്തിൽ നിന്ന് ഞാൻ അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം പറയാം. അങ്ങനെ നിങ്ങളുടെ സ്വർഗീയ പിതാവ് മനസ്സലിവുള്ളവനായിരിക്കുന്നത് പോലെ ആകുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവർ ആകുവീ. കൃപ നമ്മുടെ ഒക്കെ ജീവിതത്തിലെ സ്വഭാവത്തിൽ ഒരു 2 വശം ഏത് നിമിഷവും കാണും. പ്രത്യേകിച്ച് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള നമ്മുടെ സ്വഭാവവും രക്ഷിക്കപ്പെട്ട ശേഷമുള്ള നമ്മുടെ സ്വഭാവവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. ഈ വാക്യത്തിൽ നിന്നാണ് ഞാൻ ഓർപ്പിക്കുന്നത്. നിങ്ങളുടെ സ്വർഗീയ പിതാവ് മനസ്സലിവുള്ളവൻ ആകുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവരാകുകയും. എന്റെ പേരെന്താന്നാ പറഞ്ഞത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സൂമിൽ സംബന്ധിക്കുന്നവർക്ക് കരുണാകരൻ അല്ലേ? കരുണാകരൻ എന്താ പേരിന്റെ അർത്ഥം? എപ്പോഴും കരുണയുള്ള ആളെ, ഓൾവേസ് ഹാവിങ് മേഴ്സി, കരുണയുള്ളവൻ അല്ലേ? പക്ഷെ ഒരു കരുണയില്ലാത്തവനായിരുന്നു ഞാൻ. ഒരു കരുണയും. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു ദിവസം എൻ്റെ ഒരു അങ്കിള് കുറച്ച് കരിമ്പ്, അന്ന് എൻ്റെ വീട് എടത്തുവായ്ക്കടുത്ത തലവടിയിലാണ്. അവിടെ ഒത്തിരി കരിമ്പ് കൃഷിയുള്ള സ്ഥലമാണ്, ആയിരുന്നു പണ്ട്. ഒരു കെട്ട് കരിമ്പ് എൻ്റെ കയ്യിൽ എൻ്റെ ഒരു അങ്കിൾ തന്നു. ഞാൻ അതുമായിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. എൻ്റെ തോളത്ത് ഈ കരിമ്പ് ഇരിക്കുമ്പോൾ ഒരു 3 വയസ്സ് കാണും ഒരു കുഞ്ഞ് ഒരു തെങ്ങിന്റെ ചുവട്ടിൽ മണലിൽ ഇരുന്നു കൊണ്ട് അവൻ കരയുകയാണ്. അവന്റെ കരച്ചിൽ എനിക്ക് ദൂരെ നിന്ന് കേൾക്കാം. ഞാൻ ഈ കരിമ്പുമായിട്ട് നടന്നു വരുമ്പോൾ അവന് കരഞ്ഞുകൊണ്ട് എന്റെ നേരെ കൈ നീട്ടി. ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ആഹാ, ഞാനിപ്പോ ഒരെണ്ണം പോലും നിനക്ക് തരത്തില്ല എന്ന് പറഞ്ഞ് ഞാനങ്ങ് നടന്നുപോയി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നും ആ സംഭവം ഓർക്കുമ്പോൾ അയ്യോ, ഞാൻ ഇത്ര മനസ്സലിവുള്ളവനല്ലേ? കരുണയില്ലാത്തവനാണോ? ഇത്ര കഠിന ഹൃദയനാണോ ഞാൻ എന്ന് ഞാൻ എന്ത് ചിന്തിച്ച് ഇന്നും ഞാൻ ദുഃഖിക്കുന്നവനാണ്. യേശുവിനെ അറിയാതെ ജീവിച്ചപ്പോൾ പേര് കരുണാകരനാണെങ്കിലും ഒരു കരുണയുമില്ലാതെ ജീവിച്ച ഒരു മനുഷ്യൻ. പക്ഷെ ഇന്നാണെങ്കിൽ ഞാൻ ആ കരിമ്പ് കെട്ട് മുഴുവനും അവന് കൊടുത്തേനെ. എന്റെ മനസ്സതുപോലെ ദയയും കരുണയും മനസ്സലിവും കൊണ്ട് നിറയുന്നു. അന്ന് എനിക്കത് ചെയ്യാൻ കഴിയാഞ്ഞത് ഒരു കഷ്ണം ആ കരയുന്ന കുഞ്ഞിന് കൊടുക്കുവാൻ കഴിയാഞ്ഞതിന്റെ ദുഃഖം എനിക്കിന്നും മാറിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ,
നമ്മളൊക്കെ ഒരു പക്ഷെങ്കിൽ എന്നേക്കാൾ നല്ലവരായിരിക്കും നിങ്ങൾ. പക്ഷെ ഞാൻ പറയട്ടെ, ഞാനൊരു കരുണയില്ലാത്തവനായി പിറന്നവനായിരുന്നു. എന്നാൽ യേശു എന്റെ ഉള്ളിൽ വന്നപ്പോൾ സ്നേഹവും കരുണയും അനുകമ്പയും എനിക്ക് ലഭിച്ചത് എന്റെ പിതാവ് കരുണയുള്ളവനായതുകൊണ്ടാണ്. എന്റെ പിതാവ് മനസ്സലിവുള്ളവൻ ആയതുകൊണ്ടാണ്. ഞാൻ ഇന്ന് രാത്രി ഈ വചനത്തിന്റെ മർമ്മം പറയുമ്പോൾ ഒരു മർമ്മം നിങ്ങൾ അറിയാൻ വേണ്ടിയാ ഞാൻ ഈ വേദഭാഗം വായിച്ചത്. അത് മറ്റൊന്നുമല്ല, യേശുവെ പോലെ, അവന്റെ സ്നേഹം പോലെ, അവന്റെ കരുണ പോലെ, അവന്റെ മനസ്സലി പോലെ ഞാനും നിങ്ങളുമായി തീരുന്നില്ല എങ്കിൽ നാം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു എന്ന് പറയുന്നത് കൊണ്ട് ഒരർത്ഥവുമില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് മനസ്സലിവുണ്ടാകണം, നമുക്ക് കരുണയുണ്ടാകണം, നമുക്ക് സ്നേഹമുണ്ടാകണം, നമുക്ക് ദയയുണ്ടാകണം. ഇത് നമ്മുടെ ജീവിതത്തിന്റെ സ്വഭാവത്തെ പോലും മാറ്റിമറിക്കുന്ന ഒരു സംഭവമായി തീരണം. യേശു എന്റെ ഉള്ളിൽ വന്നപ്പോൾ ഞാൻ എങ്ങനെയായിരിക്കണം? യേശുവെ പോലെ ഞാൻ ആയിത്തീരണം. അവന്റെ സ്വഭാവം പോലെ നാം ആകണം, അവന്റെ മനസ്സരി പോലെ നാം ആകണം. കൃപ, അവന്റെ വാക്കുകൾ സ്നേഹത്തിന്റെയും കരുണയുടെയും വാക്കുകൾ പോലെ. ഇന്ന് രാത്രി നമുക്കങ്ങനെ ആയിത്തീരാൻ ഇത്തിരി പ്രയാസമാണ്. കാരണം സൽഗുണപൂർണരാകുവാൻ ആർക്കും കഴിയത്തില്ല. എങ്കിലും എന്നാലാവോളവും അങ്ങനെയായി തീരുവാൻ എന്നെ സഹായിക്കണമേ കർത്താവേ എന്ന് ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. സ്തോത്രം. കരയുന്നവരുടെ കണ്ണുനീരൊപ്പാൻ, വിശക്കുന്നവരുടെ അവർക്ക് ആഹാരം കൊടുക്കുവാൻ. സ്തോത്രം. മുറിവായി വന്നവന്റെ മുറിവ് കെട്ടുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നാം ഈ പുസ്തകം ചുമന്നതിന്റെ അർത്ഥം എന്താണെന്ന് നാം ചിന്തിക്കണം. സ്തോത്രം. കണ്ണി നാം ദൈവമക്കളായി തീരുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. സ്തോത്രം. ഇന്ന് നമ്മൾ പറയല്ലേ, വായിക്കുകയല്ലേ, അങ്ങനെ തന്നെ നാം ആകുന്നു എങ്കിൽ അങ്ങനെ തന്നെ ആയി തീരുവാൻ നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. എത്ര വലിയ സ്നേഹം! ആ സ്നേഹം നമുക്കുണ്ടോ? ആ കരുണ നമുക്കുണ്ടോ? സ്തോത്രം. അവനോടുള്ള സ്നേഹം, ആ സ്വഭാവത്തോടുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളിൽ നിന്ന് കാണുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പുസ്തകം നാം എടുത്തതിന്റെ അർത്ഥം എന്താണെന്ന് നാം ഇന്ന് രാത്രി ചിന്തിക്കണം. അതുകൊണ്ടാ നിങ്ങൾ അങ്ങനെ ആയിത്തീരുവീൻ, അങ്ങനെ ആകുവീൻ എന്നല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. കണ്ടോ എത്ര ആഴമായ ഒരു വചനം! എനിക്കറിയാം ഈ വചനങ്ങളൊക്കെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതമാകെ മാറും, വ്യത്യാസപ്പെടുവാനിടയായി തീരും. നമ്മളൊരു വേറൊരു മനുഷ്യരായി തീരുവാനിടയാകും. പഴയ മനുഷ്യനല്ല, പഴയ സ്വഭാവമല്ല, പഴയ ജീവിതമല്ല, പഴയ അവസ്ഥയല്ല, ഒരു പുതിയ അനുഭവം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു.
കണ്ടാലും സകലവും പുതുതായി തീരുന്നു എന്ന് നാം വായിക്കുന്നു. പുതിയ ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇനി ഞാൻ എൻ്റെ ജീവിതാനുഭവങ്ങളുടെ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒന്ന് രണ്ട് കാര്യം പറയട്ടെ. എൻ്റെ മാതാപിതാക്കന്മാർ, എൻ്റെ പിതാവ് ഒരു വലിയ മദ്യപാനി. ഞാൻ പറഞ്ഞല്ലോ, എടത്തുവായ്ക്കടുത്ത് തലവടിയിൽ ജനിച്ചു വളർന്ന ഞാൻ, മദ്യഷാപ്പിൽ ജനിച്ചു വളർന്ന ഞാൻ. ഒരുപക്ഷെ നിങ്ങൾ എൻ്റെ സാക്ഷ്യം ആസാദ് TV-യിൽ പലരും കേട്ട് കാണും. ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയപ്പോൾ തള്ളപ്പെട്ടവനായി, ആരോടും ആരുടെയും ഒരു കരുണ ലഭിക്കാത്തവനായി. നമ്മുടെ കുറുവാക്യം മറക്കല്ലേ, സൽഗുണപൂർണരാകുവാൻ, കരുണയുള്ളവരാകുവാൻ, പിതാവിനെ പോലെ ആയിത്തീരുവാൻ കൊതിക്കുന്ന നമ്മൾ ആ അനുഭവത്തിലേക്ക് വരുവാനുള്ള വാഞ്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഞാൻ യേശുവിനെ കർത്താവ് രക്ഷിതമായി സ്വീകരിച്ചപ്പോൾ എൻ്റെ വീട്ടുകാരെല്ലാവരും എന്നെ കൈവിട്ടു. ചാർച്ചക്കാരും പ്രിയപ്പെട്ടവരും ബന്ധുക്കളും ഒക്കെ എനിക്കെതിരായിരുന്നു. പക്ഷേ ഞാൻ അവരുടെ എതിർപ്പൊന്നും വകവെക്കാതെ വീട്ടിലെ തല്ലും കൊണ്ട്, അടിയും കൊണ്ട്, വഴക്കും കേട്ട് ഞാൻ ആ വീട്ടിൽ തന്നെ പാർത്തു. ഞങ്ങൾ 6 പേരാ മക്കൾ. അവരൊക്കെ നാമം ചെല്ലുമ്പോൾ ഞാൻ അവരോട് നാമം ജപിക്കാതെ ഇരിക്കും. അപ്പോഴും വഴക്കാ. പക്ഷെ ഞാൻ വേദപുസ്തകം വായിക്കുകയും പ്രാർത്ഥിക്കുകയും കൂട്ടായ്മയ്ക്ക് പോവുകയും ചെയ്യുന്നത് കൊണ്ട് എന്നോടെതിരാ. പക്ഷേ ഞാൻ യേശുവിനെ അറിഞ്ഞപ്പോൾ എന്റെ സ്വഭാവത്തിന് വ്യത്യാസം വന്നു. അതിനു മുമ്പ് അനുസരണക്കേട് കാണിക്കുന്ന ഞാൻ എന്റെ മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നവനായി തീർന്നു. അവർ പറയുന്നൊക്കെ ചെയ്യും, വീട്ടുകാര്യങ്ങളൊക്കെ നോക്കും, വീട്ടിലെ ജോലികളൊക്കെ ചെയ്തു കൊടുക്കും. അങ്ങനെ എന്റെ സ്വഭാവത്തിന് വ്യത്യാസം വന്നു എന്ന് കണ്ടപ്പോൾ SNDP-ക്കാരും പ്രിയപ്പെട്ടവരും ഒക്കെ എന്നെ വിശ്വാസത്തിന് പിന്തിരിപ്പിക്കുവാനുള്ള കാര്യങ്ങളൊക്കെ ശ്രമിച്ചപ്പോൾ എന്റെ പിതാവ് പറഞ്ഞു, അവൻ പോയത് നല്ല വഴിയാണെങ്കിൽ എന്തിനാ നിങ്ങളത് എതിർക്കുന്നത് എന്ന് അവരോട് ചോദിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ അവരുടെ എതിർപ്പുകളും ഒക്കെ കൊണ്ട് എൻ്റെ പിതാവും എൻ്റെ മാതാവും പലപ്പോഴും എനിക്ക് ഒരു സഹായവും ചെയ്യാതിരുന്ന കാലഘട്ടങ്ങളുണ്ട്, സന്ദർഭങ്ങളുണ്ട്. പക്ഷെ അവിടെയെല്ലാം എന്നെ കരുതിയ, എന്നെ സ്നേഹിച്ച, എന്നെ പരിപാലിച്ച എൻ്റെ കർത്താവ് എത്ര നല്ലവനെന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞു, ഞാൻ രുചിച്ചറിഞ്ഞു. ഒരു ദിവസം എന്നെ ഈ വിശ്വാസ ജീവിതത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ എൻ്റെ മാതാപിതാക്കന്മാർ ഒരു മന്ത്രവാദിയെ വിളിച്ചുകൊണ്ട് വീട്ടിൽ വന്നത് ഞാൻ ഓർക്കുന്നു. മന്ത്രവാദി വീട്ടിൽ വന്ന് മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുക. വൈകിട്ട് 5 മണി മുതൽ അദ്ദേഹം വെളുപ്പിന് 3 മണി വരെ മന്ത്രം ജപിച്ചു. 3 മണിയായപ്പോൾ ഈ മന്ത്രവാദി പറഞ്ഞു, അദ്ദേഹം വരച്ച കോളത്തിനകത്ത് ഒരു വെറ്റിലയുടെ നാമ്പ് നുള്ളിയിടാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടവനാ, ഞാൻ ഇനി അത് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. ദേഷ്യപ്പെട്ട എൻ്റെ പിതാവ്, കാണീരടാ നിന്റെ യേശു എന്ന് പറഞ്ഞ് എൻ്റെ നേരെ ഒരൊറ്റ ചാട്ടം എന്നെ അടിക്കാനായിട്ട്. ദൈവമക്കളെ, ഞാൻ ഒരൊറ്റ ഓട്ടം ഓടി 3 മണി വെളുപ്പിന് 5 മണിയായപ്പോൾ ഞാൻ വീണ്ടും അവിടെ വന്നപ്പോൾ ഈ മന്ത്രവാദി മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുക. 5 മണിയായപ്പോൾ ഈ മന്ത്രവാദി പറഞ്ഞു, ഈ കുഞ്ഞ് ഈ വീടിനകത്ത് പ്രാർത്ഥിക്കുന്നിടത്തോളം കാലം എന്റെ സേവാശക്തി അടുത്തു വരത്തില്ല, ഞാൻ പോകുകയാണെന്ന് പറഞ്ഞ് മന്ത്രവാദി കെട്ടും കെട്ടി വീട്ടിൽ നിന്നിറങ്ങി. അന്ന് എന്റെ വീട്ടുകാർക്ക് മനസ്സിലായി, യേശുവിനെ പോലെ വേറൊരു ദൈവമില്ല. സ്തോത്രം.
33 കോടി ദേവന്മാരെ സേവിച്ചു വന്ന ഞാൻ സേവിക്കുന്ന യേശുവാണ് ജീവനുള്ള ദൈവമെന്ന് എന്റെ മാതാപിതാക്കന്മാർക്ക് മനസ്സിലായി. അന്ന് എന്റെ അമ്മ യേശുവിനെ കർത്താവ് രക്ഷിതമായി സ്വീകരിച്ചു. എന്റെ അനുജൻ രക്ഷിക്കപ്പെടുവാനിടയായി. എന്റെ പെങ്ങൾ രക്ഷിക്കപ്പെടുവാനിടയായി. യേശുവെ പോലെ വേറൊരു ദൈവമില്ലെന്ന് ബോധ്യമാക്കാൻ ഇടയാക്കിയ ഒന്നല്ല, ഇതുപോലെ പല സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായി. കരുതുന്ന, കാക്കുന്ന, പരിപാലിക്കുന്ന ഒരു ദൈവത്തെ അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, യേശുവെ പോലെയാകുവാൻ, അവന്റെ സ്വഭാവത്തെ പോലെയാകുവാൻ, അവനെ പോലെ ജീവിപ്പാൻ ഏൽപ്പിക്കപ്പെട്ടാൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളോട് എതിർത്ത് നിൽക്കുന്നവരും നമ്മളോട് ദേഷ്യപ്പെടുന്നവരും നമ്മെ ശപിക്കുന്നവരും കൃപ നമ്മുടെ ജീവിതത്തിൽ സ്വഭാവത്തിന്റെ വ്യത്യാസം കണ്ട് അവർ ദൈവത്തെ അറിയുവാനിടയായിത്തീരും. മത്തായി സുവിശേഷത്തിലെ ഗിരിപ്രഭാഷണത്തിൽ നിന്നാണ് ഞാൻ വായിച്ചതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഗിരിപ്രഭാഷണം വെറും പ്രസംഗിച്ചു വിടേണ്ട ഭാഗങ്ങളല്ല, അത് ജീവിതത്തിന്റെ അനുഭവത്തിലാക്കുവാനുള്ള വേദവാക്യങ്ങളാണ്. അത് ജീവിതത്തിൽ അനുഭവിപ്പാൻ കഴിഞ്ഞാൽ ഇന്ന് രാത്രി ഞാൻ വ്യക്തമായി പറയാം, യേശുവിന്റെ സ്വഭാവം എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മളെ കാണുന്നവർ യേശുവിനെ കാണുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഒരു പാട്ടില്ലേ, യേശുവേ നിന്റെ രൂപമീ എന്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം, ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെ ആക്കേണം മുഴുവൻ, ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെ ആക്കേണം മുഴുവൻ. എന്താ പാട്ടിന്റെ അർത്ഥം? കർത്താവേ, ശിഷ്യനാകുന്ന എന്നെ അങ്ങേ പോലെയാക്കണമേ, അങ്ങേ പോലെയാക്കണമേ. ഈ രണ്ട് വേദഭാഗം എങ്കിലും നിങ്ങളുടെ ഹൃദയത്തിനകത്താഴ്ത്തി എഴുതിയാൽ ഇന്ന് രാത്രിയിലെ ഈ വചനധ്യാനം കൊണ്ട് ഞാനും നിങ്ങളും സന്തുഷ്ടരായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി, സൽഗുണം, നല്ല ഗുണങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുവാൻ, യേശു ചെയ്ത പോലെ ചെയ്യുവാൻ. ആമേൻ, ആമേൻ. കർത്താവേ, എന്നെ സഹായിക്കണമേ. ദുഃഖത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ, കഷ്ടത്തിലായിരിക്കുന്നവർക്ക് താങ്ങും തണലുമാകുവാൻ, വിശക്കുന്നവന് ആഹാരം കൊടുക്കുവാൻ, നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുവാൻ, ആവശ്യങ്ങളുടെ നടുവിൽ കൈത്താങ്ങൽ കൊടുക്കുന്നവനായിരിക്കാൻ, യേശുവെ പോലെയാകുവാൻ എന്നെ സഹായിക്കണമേ കർത്താവേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? അതെ, നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവീൻ. ഇന്ന് രാത്രി ആമേൻ. സൽഗുണപൂർണരാകുവാൻ മാത്രമല്ല, കർത്താവേ, ഇന്ന് രാത്രി എന്റെ ജീവിതം എന്റെ ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥപ്രകാരം, ഞങ്ങൾ വായിച്ച തിരുവചന പ്രകാരം മനസ്സലിവുള്ളവനാകുവാൻ. എന്റെ പിതാവ് മനസ്സലിവുള്ളവനാണ്, അതുപോലെ ഞാനും മനസ്സലിവുള്ളവനാകുവാൻ, മനസ്സലിവുള്ളവളാകുവാൻ എന്നെ സഹായിക്കണമേ കർത്താവേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. എനിക്ക് തന്ന സമയം അവസാനിച്ചതുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കട്ടെ. നമുക്കിന്ന് രാത്രി
ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. എന്നെ ഈ സൂമിൽ വചനം സംസാരിപ്പാൻ വിളിച്ച പ്രിയപ്പെട്ടവരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്ന. കർത്താവ് അനുവദിച്ചാൽ നാളെ നമ്മുടെ ഷാരോൻ ഫെലോഷിപ്പിലെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉണ്ടാകും. ഇപ്പോൾ പ്രിയ ജോസിന്റെയും ഓമനയുടെയും വീട്ടിലിരുന്നുകൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. കർത്താവ് അനുവദിച്ചാൽ നമുക്കൊന്നിച്ച് നാളെ കൂട്ടായ്മ ആചരിപ്പാൻ അവസരം ലഭിക്കട്ടെ. എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ടവരോടൊക്കെ ഞാൻ നന്ദി പറയുന്നു. ഈ 2 ആഴ്ച ഞാനിവിടെ ഉണ്ടാകും. 15-ാം തീയതി നമ്മുടെ ഹെബ്രോൻ IPC ചർച്ചിൽ ഞായറാഴ്ച രാവിലെയും ഞാൻ ഉണ്ടാകും. ഈ 2 ആഴ്ചത്തേക്കാണ് ഓക്കലഹോമയിൽ ഞാൻ വരുവാനിടയായത്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നുകൊണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരെ സ്നേഹിക്കുവാനും കാണുവാനും അറിയുവാനും ഇടയായതുകൊണ്ടും എനിക്ക് ഈ അവസരം ഒരുക്കി തന്ന പ്രിയപ്പെട്ടവരോട് പ്രത്യേകിച്ച് പ്രിയ സാജൻ ബ്രദറിനോടും കുടുംബത്തോടും സൂസൻ ആന്റിയോടും ഒക്കെയുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ഞാൻ വന്ന് പാർക്കുവാനിടയായത് പ്രിയ കുഞ്ഞുമനിച്ചായനും ലില്ലുക്കുട്ടിമാമയുടെയും ഭവനത്തിൽ. അവര് കോഴഞ്ചേരിക്കാരാണ്. കോഴഞ്ചേരി എൻ്റെ മാരാമണ്ണ സഭയുടെ ഞാൻ ശുശ്രൂഷിക്കുന്ന മാരാമണ്ണ ദൈവസഭയുടെ അടുത്ത് പാർക്കുന്ന കുടുംബമാണ്. അതുപോലെ പ്രിയ ഓമനയുടെ പൈതൽ പ്രായം മുതൽ മാരാമണ്ണ് എനിക്ക് ആ കുടുംബത്തെ അറിയുവാനിടയായി. അങ്ങനെ കൃപയാൽ ഈ രാജ്യത്ത് വന്ന പ്രിയപ്പെട്ടവരെ കാണുവാനും നിങ്ങളെയൊക്കെ കേൾക്കുവാനും അവസരം തന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. കേട്ട വചനത്തെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ 2 വേദഭാഗവും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എന്നും ഓർമ്മയ്ക്കായി നിൽക്കട്ടെ. താങ്ക് യു.